തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ നഷ്ടമായെന്ന് പോലീസ് റിപ്പോർട്ട് തള്ളി ഭരണസമിതി. വിലപിടിപ്പുള്ളതൊന്നും നഷ്ടമായിട്ടില്ലെന്നും നേരിട്ട് പരിശോധിച്ചെന്നും ഭരണസമിതി വ്യക്തമാക്കി. പോലീസ് റിപ്പോർട്ടിനെതിരെ സർക്കാരിന് കത്ത് നൽകും. ജിബിൻ JB വിവരങ്ങളുമായി. ജിബിൻ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഇതിപ്പോൾ ഭരണസമിതി നൽകിയിരിക്കുന്നത്? പോലീസ് റിപ്പോർട്ടിന്റേതിന് ഘടകവിരുദ്ധമായൊരു റിപ്പോർട്ടാണല്ലോ. അത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് DGP ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് ആഭ്യന്തര വകുപ്പിന് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തു വന്നത്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് നിർണായക കാര്യങ്ങളായിരുന്നു. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അമൂല്യമായ പല വസ്തുക്കളും പുറത്തു പോയിട്ടുണ്ട്. അതൊന്നും തന്നെ തിരികെ എത്തിയിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ചയും അതിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രത്യേകിച്ച് രാജകുടുംബാംഗങ്ങൾക്ക് മാത്രം അകത്തേക്ക് സുരക്ഷാ പ്രശ്നങ്ങളില്ലാതെ പ്രവേശിക്കാവുന്ന വാതിൽ വഴി രാജകുടുംബാംഗങ്ങളുടെ സുഹൃത്തുക്കൾ യഥേഷ്ടം സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ കാര്യങ്ങൾ കൂടി ആ റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇതിനൊക്കെ തള്ളിക്കൊണ്ടാണ് ഇന്നിപ്പോൾ ക്ഷേത്രത്തിന് ട്രസ്റ്റ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ വിലപിടിപ്പുള്ള ഒരു വസ്തുക്കളും പുറത്തു പോയിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് ക്ഷേത്ര ട്രസ്റ്റ് ഭരണസമിതി പറഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധിച്ച പോലീസ് റിപ്പോർട്ടിന് പൂർണ്ണമായി തള്ളുന്ന ഒരു സമീപനമാണ് ഭരണസമിതി ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് സർക്കാരിന് കത്ത് നൽകുമെന്നാണ് ഇപ്പോൾ ഭരണസമിതി അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. വൈരനാമം ഉൾപ്പെടെ പല അമൂല്യ വസ്തുക്കൾ, പ്രത്യേകിച്ച് അമൂല്യമായിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ, അതുപോലെ തന്നെ പരമ്പരാഗതമായി കൈമാറി വന്ന പല ആഭരണങ്ങളും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. അത് അറ്റകുറ്റപ്പണികൾക്കായി ആണ് പുറത്തു പോയിരിക്കുന്നത്. പക്ഷേ 6 മാസം കഴിഞ്ഞിട്ടും ഈ അറ്റകുറ്റപ്പണികൾക്ക് പോയ സ്വർണ്ണാഭരണങ്ങൾ തിരികെ വന്നിട്ടില്ല. വൈരനാമം ഉൾപ്പെടെയുള്ളവ തിരികെ വന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ DGP നൽകിയിരിക്കുന്ന റിപ്പോർട്ടിനെ പൂർണ്ണമായി തള്ളുന്ന ഒരു സമീപനമാണ് ക്ഷേത്ര ഭരണസമിതി സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുമായി മുന്നോട്ട് ആഭ്യന്തര വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.